ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം അരി കുതിർക്കാഞ്ഞാലോ അല്ലെങ്കിൽ ദോശ അരച്ചു വെക്കാഞ്ഞാലൊക്കെ പിന്നെ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാട്ടോ എൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ളപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. റവ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. 1.5 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള റവ വിജയ് ഗോൾഡിൻ്റെ പ്രീമിയം വീറ്റ് റവയാണ് കേട്ടോ. നല്ല അടിപൊളി റവയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടിയിട്ട്. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ഇത് റവ മാത്രമാകുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് പകരം മൈദയും എടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂണാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇളം ചൂടുള്ള വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ചൂടുവെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇളം ചൂടേ പാടുള്ളൂ. ചൂട് കൂടിയാലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ. പിന്നെ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്തും നന്നായിട്ട് ശ്രദ്ധിക്കണം, ചൂടാവാതെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഉണ്ടല്ലോ അത് എന്താ പറയുക വെന്ത് പോയിട്ട് നമുക്ക് കറക്റ്റ് ദോശ ഹോൾസ് ഒന്നും വന്നിട്ട് കിട്ടൂല. ഇതൊരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റിൻ്റെ ശേഷം തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ 15 മിനിറ്റിൻ്റെ ശേഷം ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ല.